അപ്പോൾ ജയം വിലയിരുത്തി ജയങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. UDFിൻ്റെ വിജയത്തിൽ ഞങ്ങളൊക്കെ വളരെ സന്തുഷ്ടരാണ്. വയനാട്ടിൽ തെരഞ്ഞെടുപ്പിൻ്റെ തലപ്പത്ത് അതിന് ചാർജ് വഹിച്ചിരുന്ന ആളാണ് ബഷീർ. ഞങ്ങളിവിടെ അങ്ങനെ ഇപ്പോൾ ഒരു പരിപാടിക്ക് വന്ന അതിൻ്റെ ഒരു സെലിബ്രേഷനിലാണ്. കാരണം തീർച്ചയായിട്ടും ഇത് നൽകുന്ന ഒരു സൂചന എന്ന് പറയുന്നത് UDFിന് വളരെ സ്ട്രോങ് അടിത്തറയുണ്ട് എന്നും പണ്ടത്തെ പോലെ 5 കൊല്ലം കഴിയുമ്പോൾ ഭരണമാറ്റം സംഭവിക്കുന്ന സ്ഥിതിയിലേക്ക് സംസ്ഥാനം വന്നു കഴിഞ്ഞു. 5 ഇയർ കഴിയുമ്പോൾ അടുത്ത ഗവൺമെൻറ് വരുന്ന ഉത്സാഹത്തോടു കൂടി UDFിന് മുന്നോട്ട് പോകാവുന്നതാണ് എന്നാണ് ഇന്നലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിലയിലേക്ക് എല്ലാവരും വരും. ഇന്നലെ ഈ കുവൈത്തിൽ നടന്ന ഈ സെലിബ്രേഷൻ്റെ ഇടയിൽ PM ഇസ്ലാം സാഹിബിൻ്റെ ഒരു പരാമർശം വിവാദമായിരിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാനൊരു വിഭാഗം രംഗത്ത് വന്നിരിക്കുകയാണ്. ജിഫ്രി തങ്ങളെ പരിഹസിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്താണ് അതിൽ സംഭവിച്ചത്? അതിന് പാർട്ടി ഓൺ ചെയ്യുന്നില്ല. പാർട്ടി PM ഇസ്ലാം അത് ഒരു വിധത്തിൽ നിഷേധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ആ നിലക്ക് ആളുകൾ ധരിക്കുന്നത് കൊണ്ട്, അതായത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ആളുകൾ കരുതുന്നത് കൊണ്ട് അതൊന്നുകൂടി അടിവര ഇട്ട് പറയാണ്. അതിനെ പാർട്ടി ഓൺ ചെയ്യുന്നില്ല. ഞാൻ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായിട്ട് സംസാരിച്ചു. തങ്ങളും അത് അങ്ങനെ പറയാനാണ് പറഞ്ഞത്. പാർട്ടി അത് പിന്നീട് ആലോചിക്കുകയും ചെയ്യും. ലീഗ് നിങ്ങൾക്കറിയാലോ, ലീഗ് ഒരു ഉന്നത നിലവാരമുള്ള പാർട്ടിയാണ്. പാണക്കാട് തങ്ങന്മാർ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി. ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തങ്ങന്മാരെന്ന് പറഞ്ഞാൽ എല്ലാവരും ബഹുമാനിക്കുന്നവർ, എല്ലാവരെയും സ്നേഹിക്കുന്നവർ, വലിയവനും ചെറിയവനും ഒന്നുമില്ല. അതുകൊണ്ടാണ് സമൂഹം അവരെ സാധാരണ ഉള്ളതിൽ കവിഞ്ഞ് അവരെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും ഒക്കെ. അവരെ പേരിൽ ഏത് പ്രസ്താവന ചെയ്യുമ്പോഴും നമ്മൾ വളരെ അധികം സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രസ്താവന തങ്ങന്മാരെ ഉൾപ്പെടുത്തി ചെയ്തതുകൊണ്ട് അത് സംശയത്തിന് ഇടവരാത്ത വിധം അത് നിഷേധിക്കുകയാണ്. അതിനെ ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല, അതിനെ ഞങ്ങൾ തള്ളിപ്പറയാണ്. അത് അത്തരം പ്രസ്താവനകളും ഞങ്ങൾ അനുവദിക്കുകയില്ല. ഒന്ന്. രണ്ടാമത്, ഇപ്പോൾ സമസ്തയിൽ നിന്ന് തന്നെ അത്തരം ഒരു പ്രസ്താവന വന്നു, മുക്കം പൈസയുടേതായി നമ്മൾ കണ്ടല്ലോ. അതിനെതിരായി ജനരോഷം ഉണ്ടായി. ആ രോഷം ശരിയായിരുന്നല്ലോ. അതുപോലെ അപ്പം അങ്ങനെ ആ ജനരോഷം കണ്ടു നിൽക്കുന്ന ഞങ്ങൾ ഇത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ അതിനെ കാണേണ്ടത് അതേ രീതിയിലാണ്. സമസ്ത ആയാലും അതുപോലെ തന്നെ ലീഗായാലും ഒന്നിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഉള്ളത്. അവരുടെ വികാരം മാനിച്ചുകൊണ്ടുള്ള നിലയിലേ പോകാൻ പറ്റുള്ളൂ. ഒരു നിലക്കും ഇതിനെ ഓൺ ചെയ്യുന്നില്ല. മുക്കം പൈസ ചെയ്തപ്പോൾ കണ്ടില്ലേ, ഒരു കുട്ടി ഉണ്ടായോ? വലിയ രോഷമാണല്ലോ ഉണ്ടായത്. സമസ്തയിൽ തന്നെ വലിയ രോഷമായി. നിങ്ങളൊക്കെ ആദ്യം സമസ്തയാണിത് പറയുന്നതെന്ന് പറഞ്ഞു. സമസ്ത അല്ലാന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇതും അങ്ങനെ തന്നെയാണ്. ഞങ്ങളിതിനെ ഓൺ ചെയ്യുന്നില്ല, ഒരു വിധത്തിൽ ഓൺ ചെയ്യില്ല. പാണക്കാട് തങ്ങന്മാർക്ക് ഒരു രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതി ലീഗിനും കുറച്ചൊക്കെ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഞങ്ങൾ വാക്കുകളിൽ മിതത്വം ഉണ്ടാവും. ഞങ്ങൾ വാക്കുകളിൽ എന്താ പറയുക, മാന്യത ഉണ്ടാവും, വാക്കിന് വിലയുണ്ടാവും, അന്തസ്സുണ്ടാവും. ശിഹാബ്ദങ്ങളൊക്കെ പഠിപ്പിച്ചു വന്നു പോകുന്ന ആ രീതിയുണ്ട്. രൂക്ഷമായ വിമർശനമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ PK ബഷീറൊക്കെ നന്നാക്കി പറയുന്നതാണ്. പക്ഷെ ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കുകയൊന്നുമില്ല. അതുകൊണ്ട് അപഹസിക്കലും മറ്റു കാര്യങ്ങളൊന്നും ഞങ്ങളുടെ രീതിയല്ല. അത് ഞങ്ങൾ ഓൺ ചെയ്യുന്നുമില്ല. പിന്നീട് എപ്പോൾ സംസാരിച്ചിരുന്നു? ഇപ്പം ഇങ്ങോട്ട് വരുന്ന വഴി സംസാരിച്ചിരുന്നു. പത്രക്കാരോട് ഇങ്ങനെ തങ്ങളുമായിട്ട് കൂടി ആലോചിച്ചു. പത്രക്കാരോട് ഇങ്ങനെ പറയുന്നുണ്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. മാത്രമല്ല അത് പാർട്ടി ഓൺ ചെയ്യുന്നില്ല എന്ന് അദ്ദേഹത്തെയും അറിയിച്ചു. ഈ പാലക്കാട് വിജയമൊക്കെ വലിയ ഭൂരിപക്ഷത്തിലാണല്ലോ UDF സ്ഥാനാർത്ഥി വിജയിച്ചത്. നേരത്തെ പറഞ്ഞിരുന്ന സമാനമായ ആരോപണം CPM ഉന്നയിക്കുന്നുണ്ട്. SDPI അതുപോലെ തന്നെ തോൽക്കുമ്പോൾ പറയുന്നതാണ്. അത് സ്ഥിരമായി ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ മറുപടി തോൽക്കുമ്പോൾ പറയാനുള്ളതാണ്. ഒന്നുകിൽ BJP ആയിട്ട് കൂട്ടുകെട്ട്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആയിട്ട് കൂട്ടുകെട്ട്, അല്ലെങ്കിൽ SDPI ആയിട്ട് കൂട്ട്,
ഇതിനൊക്കെ കൂട്ടി നടന്നവരുമാണ് ഈ പറയുന്നത്. ഈ സമസ്തയിലുള്ളവർക്ക് ഉള്ള ഒരു പ്രധാന പരാതികളാണ് തുടർച്ചയായിട്ട് PMA സലാം സാഹിബ് ഈ സമസ്തയിൽ പലരെയും വിമർശിക്കുന്നു, ആക്ഷേപിക്കുന്നു, ഒരു ബഹുമാനമില്ലാത്ത രീതി പെരുമാറുന്നു എന്നുള്ളൊരു സാധനം. ഇല്ല, അത് അത്തരം കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഞങ്ങൾ നോക്കും. അങ്ങനെ അതൊന്ന് അപഹസിക്കാനും പിന്നെ വിമർശിക്കേണ്ടി വരും, അത് വേറെ കാര്യം. അപഹസിക്കാനും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അത് ഞങ്ങൾ പാർട്ടിക്ക് അതിൻ്റേതായ കെട്ടുറപ്പും സംവിധാനവും ഭദ്രതയും ഒക്കെ ഉണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇന്നിപ്പോൾ രാവിലെ പിന്നെ ശ്രീമതി പ്രിയങ്ക ഗാന്ധി തങ്ങളെ വിളിച്ചിരുന്നു, എന്നെയും വിളിച്ചു. അപ്പോൾ അതൊക്കെ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് ലീഗ്. ഒരു ഘട്ടമെത്തിയപ്പോൾ പിന്നെ ഇപ്പോൾ രാഹുൽജി അന്ന് മത്സരിക്കണം എന്ന് പറയുമ്പോൾ ആദ്യം പാണക്കാട് തങ്ങളെയാണ് വിളിച്ചത്. കോൺഗ്രസിൻ്റെ അധ്യക്ഷനും AK ആൻ്റണിയൊക്കെ ആദ്യം തങ്ങളെ വിളിച്ചത്. അങ്ങനെ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വെൽക്കം ചെയ്തു. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ പിന്നെ ഇലക്ഷൻ ഞങ്ങൾ ഏറ്റെടുത്തു. പോളിംഗ് കുറഞ്ഞപ്പോൾ എന്തെല്ലാം അഭ്യൂഹങ്ങളുണ്ടായി, പക്ഷേ ഭൂരിപക്ഷം എത്രയും. അപ്പോൾ ഞങ്ങൾക്കും അതിൽ എളിയ പങ്കുണ്ട്. അപ്പം ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തിൽ എടുക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ പിന്നെ വയനാട്ടിലാരും STPI ആണ് ജമാഅത്താണെന്നൊന്നും പറയില്ലല്ലോ, അല്ലല്ലോ. അവർ കൂടി എത്ര വരൂലല്ലോ. 4,10,000 ഭൂരിപക്ഷം തന്നെ. അത് നാനാജാതി മതസ്ഥർ, ഹിന്ദുവില്ല, മുസ്ലിമില്ല, ക്രിസ്ത്യാനില്ല, എല്ലാവരും കൂടി ഒരുമിച്ച് വോട്ട് ചെയ്തതാണ്. അപ്പോൾ അതിന് ലീഡർഷിപ്പ് കൊടുത്തതിൽ ഉള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അതൊക്കെ ഞങ്ങളുടെ അന്തസ്സാണ്. ഒറ്റ കാര്യം കൂടെ, ഇപ്പോൾ ഈ സമസ്തയിലെ കുറച്ച് വിഭാഗം ഒരുപാടായിട്ട് ലീഗിനെതിരെ വിമർശിക്കുന്നു, പരസ്യമായിട്ട് രംഗത്ത് വരുന്ന ഒത്തിരി സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സലാം സാഹിബിന്റെ ഈ ഒരു പ്രതികരണം അവർക്കൊരു വടിക്കാൻ വടി കൊടുക്കുന്ന പോലെ ആയി പറയും. അല്ല, അതുകൊണ്ടാണല്ലോ അത് പാർട്ടി ഓൺ ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏതായാലും അത് സമസ്തയിലുള്ള ഏതെങ്കിലും ഒറ്റപ്പെട്ട വിഭാഗങ്ങളാണ് ആ പറയുന്നതൊക്കെ എന്നും അത് സമസ്ത അല്ലാന്നും ഇപ്പം മനസ്സിലായില്ല. സന്തോഷമുണ്ട്. ഒറ്റ കാര്യം CM കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പ്രതികരണമായി പറഞ്ഞത് ശേഷം ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല, ചേലക്കരയിലെ വിജയം ഭരണവിരുദ്ധ വികാരം നല്ലപോലെ ഉണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാ, ചേലക്കര കണ്ടില്ലേ, BJPക്ക് കുറേ വോട്ട് പോയി, ഞങ്ങൾക്ക് കുറേ വോട്ട് കിട്ടി, സഹോദരന്മാർക്ക് കുറേ വോട്ട് കിട്ടി. ഇതൊക്കെ അവർക്ക് എതിരായി വന്ന വോട്ടാണ്. സത്യത്തിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂടിയിരുന്നെങ്കിൽ UDF ജയിച്ചേനെ. അപ്പോൾ ഭരണവിരുദ്ധ വികാരമില്ല എന്നും പറഞ്ഞ് അവർ സമാധാനിച്ചിരിക്കുന്നത് അവർക്ക് പിന്നെ യാഥാർത്ഥ്യബോധം. ചേലക്കരയിൽ അൻവറിന് കിട്ടിയതും ആ ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടാണ്. ഇല്ല, അതാണ് ഭരണവിരുദ്ധ വികാരം. അത് പിന്നെ ദേഷ്യം വന്ന ഒരാൾ തിരിച്ചു മറിച്ചൊക്കെ വെട്ടൂലേ. കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരാൾക്ക് ദേഷ്യം വന്നാൽ എങ്ങോട്ടൊക്കെ വെട്ടുമെന്ന് പറയുമ്പോൾ എന്ന മാതിരി കുറേ ആൾ അങ്ങോട്ട് വെട്ടി ഇങ്ങോട്ട് വെട്ടി ഭരണവിരുദ്ധ വികാരമാണ് കാണുന്നത്. വോട്ട് എത്ര കുറഞ്ഞത്. അൻവർ പറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ അൻവറിനൊക്കെ വലിയ റോളുണ്ട്. എല്ലാവരും സന്തോഷിക്കട്ടെ.